നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യെശയ്യാപ്രവചനം 46-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ബേൽ വണങ്ങുന്നു, നെബോ കുനിയുന്നു. അവരുടെ വിഗ്രഹങ്ങളെ മൃഗങ്ങളുടെ പുറത്തും കന്നുകാലികളുടെ പുറത്തും കയറ്റിയിരിക്കുന്നു. നിങ്ങൾ എടുത്തുകൊണ്ട് നടന്നവ ഒരു ചുമടും തളർന്ന മൃഗങ്ങൾക്ക് ഭാരവും ആയി തീർന്നിരിക്കുന്നു. അവ കുനിയുന്നു, ഒരുപോലെ വണങ്ങുന്നു. ഭാരം വഹിപ്പാൻ കഴിയാതെ അവ താനേ പ്രവാസത്തിലേക്ക് പോയിരിക്കുന്നു. ഗർഭം മുതൽ വഹിക്കപ്പെടുന്നവരും ഉദരം മുതൽ ചുമക്കപ്പെടുന്നവരുമായി യാക്കോബ് ഗൃഹവും ഇസ്രായേൽ ഗൃഹത്തിൽ ശേഷിച്ചിരിക്കുന്ന എല്ലാവരുമായുള്ളവരെ, എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ. ഞാൻ നരയ്ക്കുവോളം നിങ്ങളെ ചുമക്കും. ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്നു വിടുവിക്കുകയും ചെയ്യും. നിങ്ങളെന്നെ ആരോട് ഉപമിച്ച് സദൃശമാക്കും? തമ്മിൽ ഒത്തുവരത്തക്കവണ്ണം എന്നെ ആരോട് തുല്യമാക്കും? അവർ സഞ്ചിയിൽ നിന്ന് പൊന്ന് കുടഞ്ഞിടുന്നു, തുലാസിൽ വെള്ളി തൂക്കുന്നു, തട്ടാനെ കൂലിക്ക് വയ്ക്കുന്നു. അവനതുകൊണ്ടൊരു ദേവനെ ഉണ്ടാക്കുന്നു. അവർ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നു. അവരതിനെ തോളിൽ എടുത്തുകൊണ്ടുപോയി അതിൻ്റെ സ്ഥലത്ത് വയ്ക്കുന്നു. അത് തൻ്റെ സ്ഥലത്ത് നിന്ന് മാറാതെ നിൽക്കുന്നു. അതിനോട് നിലവിളിച്ചാൽ അത് ഉത്തരം പറയുന്നില്ല, കഷ്ടത്തിൽ നിന്ന് രക്ഷിക്കുന്നതുമില്ല. ഇതോർത്ത് സ്ഥിരത കാണിപ്പീൻ. ദ്രോഹികളെ ഇത് മനസ്സിലാക്കുവീൻ. പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളുവീൻ. ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ല. ഞാൻ തന്നെ ദൈവം, എന്നെപ്പോലെ മറ്റൊരുത്തനില്ല. ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എൻ്റെ ആലോചന നിവൃത്തിയാകും. ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കുമെന്ന് ഞാൻ പറയുന്നു. ഞാൻ കിഴക്ക് നിന്ന് ഒരു റാഞ്ചൻ പക്ഷിയെ, ദൂരദേശത്ത് നിന്ന് എൻ്റെ ആലോചന അനുഷ്ഠിക്കുന്ന പുരുഷനെ വിളിക്കുന്നു. ഞാൻ പ്രസ്താവിച്ചിരിക്കുന്നു, ഞാൻ നിവർത്തിക്കും. ഞാൻ നിരൂപിച്ചിരിക്കുന്നു, ഞാൻ അനുഷ്ഠിക്കും. നീതിയോട് അകന്നിരിക്കുന്ന കഠിന ഹൃദയന്മാരെ, എൻ്റെ വാക്ക് കേൾപ്പീൻ. ഞാൻ എൻ്റെ നീതിയെ അടുത്ത് വരുത്തിയിരിക്കുന്നു. അത് ദൂരമായിരിക്കുന്നില്ല. എൻ്റെ രക്ഷ താമസിക്കുകയുമില്ല. ഞാൻ സിയോനിൽ രക്ഷയും ഇസ്രായേലിന് എൻ്റെ മഹത്വവും നൽകും. വളരെ പ്രസിദ്ധങ്ങളായ വാക്യങ്ങളുള്ള ഒരധ്യായമാണ് യെശയ്യാപ്രവചനം 46. 4-ാം വാക്യം. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ, നിങ്ങൾ നരയ്ക്കുവോളും ഞാൻ നിങ്ങളെ ചുമക്കും. 10-ാം വാക്യം. ആരംഭത്തിങ്കൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എൻ്റെ ആലോചന നിവൃത്തിയാകും. ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും. 13-ാം വാക്യം. ഞാൻ എൻ്റെ നീതിയെ അടുത്ത് വരുത്തിയിരിക്കുന്നു. അത് ദൂരെ ആയിരിക്കുന്നില്ല. എൻ്റെ രക്ഷ താമസിക്കുകയുമില്ല. ഞാൻ സിയോനിൽ രക്ഷയും ഇസ്രായേലിന് എൻ്റെ മഹത്വവും നൽകും. 1-2 വാക്യങ്ങൾ പറയുന്നത് ബേൽ വണങ്ങുന്നു, നെബോ കുനിയുന്നു എന്നാണ്. ബേൽ എന്ന് കേൾക്കുമ്പോൾ ബാല് എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ബാലല്ല. ഇത് 2 ബാബിലോണ്യ ദേവന്മാരുടെ പേരുകളാണ്, ബേലും നെബോയും. ഉത്സവ സമയങ്ങളിൽ ഈ വിഗ്രഹങ്ങളെ മനുഷ്യരും മൃഗങ്ങളും ചുമക്കാറുണ്ട്. എന്നാൽ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ഈ ചുമടുകൊണ്ട് അവർ കുനിയുന്നതല്ലാതെ ഒരു പ്രയോജനം ആർക്കും ഉണ്ടാകുന്നില്ല. ഈ വിഗ്രഹങ്ങൾ എടുത്തുകൊണ്ടു പോകുന്ന മൃഗവും മനുഷ്യനും ഒക്കെ ക്ഷീണം കൊണ്ട് തളർന്നു കുനിയുമ്പോൾ ഈ സങ്കല്പ ദൈവങ്ങളും കുനിയുകയാണ്. പക്ഷെ അവർക്ക് ബാബിലോണ്യരെ രക്ഷിക്കാനായില്ല. മറിച്ച് യഹോവയായ ദൈവം തൻ്റെ ജനത്തെ ചുമക്കുന്നവനാണ് എന്നാണ് പറയുന്നത്. ജാതികൾ തങ്ങളുടെ വിഗ്രഹങ്ങളെ ചുമക്കുമ്പോൾ, ചുമന്നൊരു സ്ഥലത്ത് കൊണ്ട് വയ്ക്കുമ്പോൾ, അവർ തന്നെ അതിനെ കാക്കുമ്പോൾ, അവർ തന്നെ അതിനെ ശുദ്ധീകരിക്കുമ്പോൾ, ഇസ്രായേലിൻ്റെ ദൈവം
അവരെ ചുമക്കുകയാണ്. നമ്മൾ വായിച്ചത് 3-ാം വാക്യത്തിൽ വായിച്ചത്, വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ, നരത്താലും ഞാൻ ചുമക്കും. അത് ഇസ്രയേലിൻ്റെ കാര്യം, രാഷ്ട്രീയമായ കാര്യം മാത്രമല്ല, കർത്താവിൻ്റെ രക്ഷകനായി സ്വീകരിക്കുന്നവരുടെ വ്യക്തിപരമായ കാര്യം കൂടെയാണ്. ഈ കാലത്ത് പ്രായമുള്ള ആളുകളെ വൃദ്ധസദനങ്ങളിൽ, പ്രത്യേകിച്ച് തങ്ങളുടെ വിശ്വാസത്തിനെതിരായ സ്ഥാപനങ്ങളിൽ കൊണ്ടേ ആക്കുന്നവരുണ്ട്. എന്നാൽ വേദപുസ്തകം പറയുന്നത്, നിനക്ക് നന്മയുണ്ടാകാൻ നിന്റെ അപ്പനെ അമ്മയും ബഹുമാനിക്കുക എന്നാണ്. യഥാർത്ഥ വിശ്വാസികൾ, ദൈവമക്കൾ, വീണ്ടും ജനിച്ചവർ തങ്ങളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ ഒരിക്കലും ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. തീർച്ചയായിട്ടും അവരുടെ വാർദ്ധക്യത്തിൽ അവരെ സഹായിക്കും, അവരെ സംരക്ഷിക്കും, അവർക്ക് വേണ്ടി ത്യാഗം സഹിക്കും. ഇവിടെ ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളെ ചുമക്കും, ഗർഭം മുതൽ നിങ്ങളെ ഞാൻ ചുമന്നിട്ടുണ്ട്. ശരിയാണ്, ഇസ്രയേൽ മിസ്രൈമിലായിരുന്ന കാലം, അവർ ഗർഭത്തിലായിരുന്ന കാലമാണ്. അന്ന് മുതൽ ദൈവം അവരെ ചുമക്കുകയാണ്. മിസ്രൈമിൽ നിന്നും അവരെ മരുഭൂമിയിൽ വന്ന വഴിക്ക് ദൈവം അവർക്ക് കൊടുത്ത സംരക്ഷണങ്ങൾ വളരെയാണ്. പകല് മേഘസ്തംഭം തണലിനായിട്ട്, രാത്രി അഗ്നിസ്തംഭം വെളിച്ചത്തിനായിട്ട്, അതുപോലെ അവർക്ക് കഴിക്കാൻ മന്ന ദൈവം പൊഴിച്ചു കൊടുത്തു. അവർ പോയ വഴിക്ക് അഗ്നിസർപ്പങ്ങളിൽ നിന്നും തേളുകളിൽ നിന്ന് രക്ഷിച്ചു. ചില രാജാക്കന്മാർ അവർക്കെതിരെ യുദ്ധത്തിന് വന്നു. ദൈവം ആ രാജാക്കന്മാരെ തോൽപ്പിച്ച് ഇസ്രയേലിനെ സംരക്ഷിച്ചു. വാസ്തവത്തിൽ ദൈവം അവരെ ചുമക്കുകയായി. 8 മുതലുള്ള വാക്യങ്ങൾ വിഗ്രഹാരാധനയുടെ നിഷ്ഫലാവസ്ഥയാണ്. പൊന്നുകൊണ്ടുള്ളതാണെങ്കിൽ പോലും അവയ്ക്ക് കേൾക്കാനോ പറയാനോ നോക്കാനോ ചിന്തിക്കാനോ കഴിയുന്നില്ല എന്നാണ്. 11-ാം വാക്യം പറയുന്നത്, പാർസി രാജാവായ കോരേശിനെ ദൈവം കിഴക്ക് നിന്ന് റാഞ്ചൻ പക്ഷിയെപ്പോലെ വരുത്തുകയും അവൻ ഇസ്രയേലിനെ സഹായിക്കുകയും ചെയ്യും എന്നാണ്. അത് ക്രിസ്തു വന്ന് മനുഷ്യനെ രക്ഷിക്കുന്ന കാര്യത്തിൻ്റെ നിഴലാണ് എന്ന് മാത്രമല്ല, കോരേശ് മൂലം ഇസ്രയേലിന് ലഭിക്കുന്ന മാന്യതയും അനുഗ്രഹവുമെല്ലാം ക്രിസ്തു മൂലം ഭാവിയിൽ ഇസ്രയേലിന് ലഭിക്കാൻ പോകുന്ന ദൈവരാജ്യത്തിൻ്റെ നിഴലാണ്. ഇസ്രയേൽ അല്ലെങ്കിൽ യെരുശലേം ആസ്ഥാനമാക്കിയായിരിക്കും യേശു ദൈവരാജ്യം സ്ഥാപിക്കുന്നതെങ്കിലും ഇതിനോടകം യേശുവിൻ്റെ മഹത്വം മനസ്സിലാക്കിയ മുഴുവൻ ആളുകളും, സകല ജാതിയിലും ഗോത്രത്തിലും വംശത്തിലും ഭാഷയിലും പെട്ട ആളുകൾ, അവർ രാജാക്കന്മാരുണ്ടായിരിക്കും, പ്രഭുക്കന്മാരുണ്ടായിരിക്കും, സാധാരണക്കാരുണ്ടായിരിക്കും, കവികളും സാഹിത്യകാരന്മാരും ശാസ്ത്രജ്ഞരും ഒക്കെ ഉണ്ട്. യേശുവിനെ ഇന്ന് രക്ഷകനായി സ്വീകരിച്ചിട്ടുള്ളത് വലിയ വലിയ ആളുകൾ കൂടെയാണ്. പണ്ട് യേശുവിൻ്റെ ശുശ്രൂഷക്കാലത്ത് മീൻപിടുത്തക്കാരായ 12 പേരെ ഉണ്ടായിരുന്നുള്ളെങ്കിൽ തുടർന്ന് ഒട്ടും യേശുവിൻ്റെ മരണത്തോടുകൂടെ അല്ലെങ്കിൽ ഉയർപ്പിനോടുകൂടെ അരിമത്യക്കാരനായ ശ്രേഷ്ഠ മന്ത്രി രക്ഷയെങ്കിലേക്ക് വന്നു. നിക്കോദിമോസ് എന്ന യഹൂദന്മാരുടെ ഉപദേഷ്ടാവ് ദൈവഭാഗത്തേക്ക് വന്നു. 3000 ആഢ്യന്മാരായ യഹൂദന്മാർ പെരുന്നാളിന് പോകാൻ വന്നവർ മാനസാന്തരപ്പെട്ടു. ഷണ്ണൻ എന്ന ധനകാര്യ മന്ത്രി സ്ഥാനപ്പെട്ടു. പൗലൂസ് എന്ന, അതായത് യഹൂദന്മാരുടെ വലിയ ഉപദേഷ്ടാവ്, അദ്ദേഹം കർത്താവിനെ വിശ്വസിച്ച് സ്നാനപ്പെട്ടു. അതുപോലെ പട്ടാള മേധാവി കൊർന്നല്യോസും കുടുംബവും സ്നാനപ്പെട്ടു കൂട്ടായ്മ വന്നു. കാരാഗ്രഹ പ്രമാണി കുടുംബവും മുന്നോട്ട് വന്നു. അപ്പോൾ ഉന്നതരായ ആളുകൾ മാനസാന്തരപ്പെട്ട ദൈവഭാഗത്തേക്ക് വരുവാനിടയായി. പിന്നീട് അപ്പോസ്തലന്മാരുടെ ആ രാജ്യാന്തര സുവിശേഷ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് സകല ഭൂഖണ്ഡങ്ങളിലും സകല രാജ്യങ്ങളിലും ദ്വീപുകളിലും ദൈവത്തിൻ്റെ വചനം എത്തുവാനിടയായി. അതിന് ഭാഷയോ അല്ലെങ്കിൽ മറ്റ് ദൂരമോ ഒന്നും ഒരു തടസ്സമായിരുന്നില്ല. കാരണം കർത്താവ് അവരോട് കൂടെ അദൃശ്യനായി വസിച്ചുകൊണ്ട് കർത്താവ് ഇത് ചെയ്യിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇനിയേറെ താമസിയാതെ കർത്താവ് വീണ്ടും വരുമ്പോൾ ദൈവരാജ്യം യാഥാർത്ഥ്യമാകും. അതിൻ്റെ ഒരു നിഴലാണ് കോരേശിലൂടെ ദൈവം ഇസ്രായേലിന് നൽകിയത്. നമ്മുടെ കർത്താവിൻ്റെ വീണ്ടും വരവിനായിട്ട് നമുക്ക് കാതോർക്കാം, ഒരുങ്ങാം. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.